കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം. യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കണ്ണിനെ കണ്ണുനീരെന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നന്ദി പറയാം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലേ. അപ്പോൾ നമ്മളെ വീണ്ടും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നേരത്തെ ജീവിപ്പിച്ച, വിടുവിച്ച, സൗഖ്യമാക്കിയ, സഹായിച്ച, ശക്തീകരിച്ച ദൈവം വീണ്ടും നമ്മുടെ കൂടെ ഇരിക്കും എന്ന് നമ്മൾ മറന്നുപോകും. ഇന്നലെ നടത്തിയ ദൈവം ഇന്നും നടത്തും, മേലാലും നടത്തുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ദൈവത്തിൽ പൂർണ്ണമായും ആശ വെക്കുവാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വിഷാദിച്ചുള്ളിൽ ഞരങ്ങുമ്പോൾ ദൈവത്തിൽ പ്രത്യാശ വെക്കാനും, ധൈര്യം ചോർന്നു പോകുമ്പോൾ കരുത്ത് നൽകുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ കടന്നു വരാനും നമ്മൾ തയ്യാറാവണം. ഒരു ദൈവം ഇതിനെ സംബന്ധിച്ച് പ്രതികൂലങ്ങൾ വരത്തില്ലെന്നല്ല. യേശു തന്നെ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെയും പാപത്തെയും പിശാചിനെയും എല്ലാത്തെയും മരണത്തെയും ജയിച്ച വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ മധ്യേ ഇന്നു പകലുണ്ടാകും. സെഫന്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവൻ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യയുണ്ടാകും. പിന്നെ കുലുങ്ങണോ? സങ്കീർത്തനം 46:5 പറയുന്നു, ദൈവം അതിൻ്റെ മധ്യയുണ്ട്. കുലുക്കിക്കളയുന്ന അവസ്ഥകളിൽ തകർക്കുവാൻ നോക്കുമ്പോൾ ദൈവം എൻ്റെ മധ്യയുണ്ട്, അതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല എന്ന് ഇന്ന് പകൽ ധൈര്യത്തോടെ എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? ഭയപ്പെട്ടിരുന്ന തൻ്റെ ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ആ ഭയത്തിൻ്റെ മധ്യേ ജീവിത അപകടത്തിലാകുമോ എന്ന് പേടിച്ച് കഥകടച്ചിരിക്കുന്ന തൻ്റെ ശിഷ്യന്മാരുടെ മധ്യയാണ് യേശു വന്നിട്ട് പറഞ്ഞത്, ഭയപ്പെടണ്ട, നിങ്ങൾക്ക് സമാധാനം. അപ്പം സമാധാനം നൽകുവാൻ, ഭയത്തെ മാറ്റുവാൻ നമ്മുടെ കർത്താവ് ഇന്ന് പകലിലും നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ പ്രഭാതത്തിൽ ഫേസ് ചെയ്യേണ്ട വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ ഭുജം വെളിപ്പെടുത്താൻ എൻ്റെ കർത്താവ് ഇന്നു പകലിലും ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തയ്യാറാകട്ടെ. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്. അവിടുത്തെ വലം കൈയിൽ നിന്നും നമുക്ക് വേണ്ടി എഴുന്നേറ്റ് വരികയാണ്. ഞാൻ പ്രവർത്തിക്കും, ആര് തടയും എന്നുള്ള ശ്രേഷ്ഠ ശബ്ദം ഇന്നും മുഴങ്ങുകയാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെ, പ്രിയ സഹോദരങ്ങളെ, തടയുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല കേട്ടോ. മനുഷ്യൻ തടയട്ടെ, പിശാച് തടയാൻ നിൽക്കട്ടെ. ദൈവം പറയുക, തടയാവുന്നവരെല്ലാം തടയട്ടെ. അതിനെ ഒന്നും ഒരു ദൈവവേദന ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് പ്രവർത്തിക്കുന്നത്. സകലത്തെയും കാൽ കീഴാക്കിയവനും ചവിട്ടി മെതിച്ചവനുമാണ് ഇന്ന് പകൽ വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നത്. അവിടുത്തെ ശ്രേഷ്ഠഭുജത്തിൻ്റെ വല്ലഭത്വം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദമുള്ളപ്പോൾ ഇന്നു പകൽ ആരും നിരാശപ്പെടാതെ ദൈവമഹത്വത്തിനു വേണ്ടി ശക്തിയോടെ, ബലത്തോടെ, നിയോഗത്തോടെ ഒരുങ്ങാൻ ദൈവാത്മാവ് ശക്തമായി തൻ്റെ ജനത്തെ നോക്കി ദൂത് വിളിച്ചു പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ഞാൻ പ്രവർത്തിക്കും, ഞാൻ ചെയ്യും. ആ ശബ്ദം ഇന്നു പകൽ നമുക്ക് വേണ്ടി മുഴങ്ങുകയാണ്. ഹല്ലേലൂയ. വാക്ക് പറഞ്ഞിട്ട് മാറാത്തവൻ, വാക്കിൽ വിശ്വസ്തൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ഇന്ന് പകലിലും നമ്മുടെ മധ്യേ ഉണ്ട്. അതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എസ്കേൽ പ്രവചനം 36:38 ശൂന്യമായിരിക്കുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരുശലേമിലെ ആട്ടിൻകൂട്ടം പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും.
അവൻ യഹോവ എന്ന് അവർ അറിയും. അവൻ യഹോവ എന്ന് അവരറിയും. പ്രൈസ് ദി ലോർഡ്. ഈ പകൽ അവിടുത്തെ ആത്മാവിന് വിളിച്ചു പറയാനുള്ളത്, ഈ പ്രവചന പുസ്തകം 36-ാം അധ്യായം വായിക്കുമ്പോൾ നിന്ദിക്കപ്പെട്ട, ജാതികളുടെ ഇടയിൽ ചോദ്യചിഹ്നമായി മാറ്റപ്പെട്ട, അപമാനിക്കപ്പെട്ട, ശൂന്യമാക്കപ്പെട്ട സിയോൻ, പലരും അവരെ കണ്ടിട്ട് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ സിയോൻ, ഇനിയും ഒരു തിരിച്ചു വരവില്ല, എല്ലാം അസ്തമിച്ചു, എല്ലാത്തിനും ഫുൾ സ്റ്റോപ്പ് വീണു എന്ന് പറഞ്ഞ കാലഘട്ടത്തെ ദൈവം പറയുക, തൻ്റെ ജനം യഹോവയിങ്കലേക്ക് തിരിഞ്ഞപ്പോൾ, അവരുടെ മൈൻഡ് കർത്താവിങ്കലേക്ക് കൊണ്ടുവന്നപ്പോൾ, അവർ അനുതപിച്ചപ്പോൾ, അവർ പ്രാർത്ഥിച്ചപ്പോൾ, അവർ മടങ്ങി വന്നപ്പോൾ, ദൈവം ദേശത്ത് വിത നടത്തി, കൃഷി ഫലവത്തായി തീർന്നു. നാളുകൾ ശൂന്യമാക്കപ്പെട്ട ഇടത്ത്, ഇനി പൊങ്ങി വരത്തില്ലെന്ന് പറയുന്ന ഇടത്ത്, വരണ്ടുപോയ ഇടത്ത് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരാൻ തയ്യാറായപ്പോൾ ദൈവം ഭയങ്കര നമുക്കറിയാം, യോവേൽ പ്രവചനം 2-ാമത്തെയായും 1-ാമത്തെയായൊക്കെ വായിക്കുമ്പോൾ തകർക്കപ്പെട്ട തൻ്റെ ജനം ദേശത്ത് വിത്ത് കട്ടകട്ടയിടയിൽ കിടന്ന് ഞെരിഞ്ഞ് അമരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പുറത്തേക്ക് വരാൻ കഴിയാതിരിക്കുമ്പോൾ ജനം അനുതപിക്കാൻ തുടങ്ങി, ജനം പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഉപവസിക്കാൻ തുടങ്ങി, ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങി. ആ ദേശത്ത് ദൈവം അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇനിയും നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിച്ച ഒരു വലിയ ശക്തി അവർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പറഞ്ഞു, ഞാൻ എൻ്റെ ജനത്തിനു വേണ്ടി തീഷ്ണതയോടെ എരിയാൻ പോകുകയാണ്, ഞാൻ ദേശത്തെ സഹായിക്കാൻ പോകുകയാണ്, എൻ്റെ ജനം ലജ്ജിച്ചു പോകത്തില്ല എന്ന് പറഞ്ഞ് അവർക്ക് നഷ്ടപ്പെട്ടത് സംവത്സരങ്ങളെപ്പോലും തിരിച്ചു നൽകി അത്ഭുതമായി പ്രവർത്തിച്ച ദൈവം ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, എവിടെ നീ ശൂന്യമാക്കപ്പെട്ടോ, എവിടെ അപകടത്തിലായോ നിലനിൽപ്പ്, എവിടെ നിന്നെ നോക്കി പലരും പരിഹസിച്ചോ, അവിടെ തന്നെ ദൈവം ഒരു വലിയ വർധനവ്, ആത്മിക വർധനം, പ്രാർത്ഥനയിൽ നീ വർദ്ധിക്കാൻ പോകുന്നു, അഭിഷേകത്തിൽ വർദ്ധിക്കാൻ പോകുന്നു, വിശ്വാസത്തിൽ വർദ്ധിക്കാൻ പോകുന്നു, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീഷ്ണമായ ബന്ധത്തിലേക്ക് അവിടുന്ന് നിന്നെ കൊണ്ടുവരാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ പറ, കഴിഞ്ഞ മിനിറ്റ് വരെ ശൂന്യമായി പോയി എന്ന് പറഞ്ഞ് നിന്നെ നോക്കി പരിഹസിച്ച പലരുമുണ്ട്. അവർ കാണെ ദൈവത്തിൻ്റെ ഭുജം ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇതാ വെളിപ്പെടുത്തിയിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഇന്ന് പ്രഭാതത്തിൽ തയ്യാറാകുമെങ്കിൽ ദൈവാത്മാവ് പറയും, നമ്മുടെ കുറിവാക്യം, ശൂന്യമായി പോയ പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ. നമ്മളൊരു ആട്ടിൻകൂട്ടമാണ്. ഹല്ലേലൂയ. നമുക്കൊരു നല്ല ഇടയനുണ്ട്. കാൽവറിയിൽ നമുക്കായി അവസാന തുള്ളി രക്തവും ഊറ്റി തന്ന, പ്രാണനെ തന്ന ശ്രേഷ്ഠനായ ഇടയൻ, ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ, തനിക്കുള്ളവയെ അറിയുന്ന ഇടയൻ, അവയ്ക്ക് മുമ്പായി നടക്കുന്ന ഇടയൻ, പുതിയ മേച്ചിലെത്തിക്കുന്ന ഇടയൻ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന ഇടയൻ, കുരുൾ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും കൂടെ ഇരിക്കുന്ന ശ്രേഷ്ഠ ഇടയൻ വിളിച്ചു പറയുന്നു, എൻ്റെ ആട്ടിൻ കൂട്ടങ്ങളെ ഞാൻ വർദ്ധിപ്പിക്കും. വർദ്ധിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞ് എണ്ണം കുറയ്ക്കുവാൻ പദ്ധതിയിടുമ്പോൾ, എണ്ണത്തെ ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ, വർധനവിനെ തടയുമ്പോൾ, പുറത്തു വരേണ്ടതിനെ തടഞ്ഞു നിർത്തുന്ന വാഗ്ദത്തങ്ങളെ സീൽ ചെയ്യുമ്പോൾ, ഇല്ല, ഇപ്പുറത്ത് കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തി അയക്കാൻ പോകുക. നമുക്കറിയാം, എബ്രായ ബാലന്മാർ ആരാധനാ വിഷയത്തിൽ, ദൈവമായിട്ടുള്ള വിഷയത്തിൽ ഏറ്റവും ശക്തമായി ബന്ധം പുലർത്തിയവരാണ്. എന്നാൽ അവരെ തീച്ചൂളയ്ക്കകത്തേക്ക് എടുത്തെറിഞ്ഞു. അല്ലേ? എന്തിനാ എറിഞ്ഞത്? എണ്ണം കുറയ്ക്കാൻ, ചാമ്പലാക്കാൻ, ആരാധന അവസാനിപ്പിക്കാൻ, നിന്റെ വിശുദ്ധ ജീവിതത്തിനെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പകൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവേ, നിങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ, ആട്ടിൻകൂട്ടങ്ങളായ നിങ്ങളെ, വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രാർത്ഥനയിൽ നിൽക്കുന്ന, ദർശനം കാണുന്ന നിങ്ങളെ ഇല്ലാതാക്കാൻ, നിങ്ങളുടെ എണ്ണത്തെ കുറയ്ക്കാൻ നോക്കുമ്പോൾ, ഇല്ല, ആ തീച്ചുളയ്ക്കകത്തേക്ക് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഹല്ലേലൂയ എണ്ണം കൂടുകയാ കേട്ടോ. ഹല്ലേലൂയ. നെബൂഖദ്നേസറിന് തെറ്റുപറ്റി. അവൻ ചോദിക്കുകയാണ്, 3 പേരെയല്ലേ നമ്മൾ ബന്ധിച്ചിട്ടത്? അതേ രാജാവേ, പക്ഷേ 4ാമത് ഒരുവൻ ഇറങ്ങിയിരിക്കുന്നു. എണ്ണം കൂടുക മാത്രമല്ല, ആ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് അതിനകത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ തീക്കകത്ത് ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ, അവരെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം എന്ന് വെച്ചാൽ തീരുമാനത്തിന് വേണ്ടി നിൽക്കുന്ന, പ്രതിഷ്ഠയ്ക്ക് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, ആത്മീയത്തിന് വേണ്ടി നിൽക്കുന്ന തൻ്റെ ജനത്തെ ഒരാട്ടിൻ കൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ച് ദേശത്ത് നിങ്ങളെ അടയാളമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള പൂജം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വെളിപ്പെട്ടു വരികയാണ്. നോക്കൂ, ആട്ടിൻകൂട്ടത്തെ പോലെ ഉത്സവങ്ങളിൽ, യെരുശലേമിലെ ആട്ടിൻകൂട്ട ഉത്സവങ്ങളിൽ ഇഷ്ടം പോലെ ആട്ടിൻകൂട്ടങ്ങളുണ്ട്. അവർ കൊണ്ടുവരും. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ സന്തോഷിക്കുന്ന സമയത്തേക്ക് ദൈവം കൊണ്ടുവരിക. മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും കേട്ടോ. ദൈവമാണ് ഇത് ചെയ്തതെന്നും ദൈവത്തിൻ്റെ കരമാണ് നിന്നെ വർദ്ധിപ്പിച്ചതെന്നും ദൈവത്തിൻ്റെ കരമാണ് നിന്നെ ശക്തീകരിച്ചതെന്നും ദൈവത്തിൻ്റെ കരത്തിൻ്റെ വല്ലഭത്വമാണ് നീ കാണുന്നതെന്നും ദേശം അറിയാൻ പോകുക, കുടുംബങ്ങൾ അറിയാൻ പോകുക, നിന്നെ നിന്ദിച്ചവർ അറിയാൻ പോകുക. ഇനിയും നീ പൊങ്ങി വരത്തില്ലെന്ന് പറയുന്നവർ ദൈവം നിന്നെ നിറയ്ക്കുമ്പോൾ അഭിഷേകത്താൽ നിറയ്ക്കാൻ പോകുക, ആത്മാവിനാൽ നിറയ്ക്കാൻ പോകുക. പ്രാർത്ഥനയുടെ ശക്തി നിന്റെ അകത്ത് നിറവായി വെളിപ്പെടാൻ പോകുക. നീ പ്രാർത്ഥിക്കുമ്പോൾ ചിലത് വർധനവിലേക്ക് വരുന്ന പകൽക്കാലമാണ്. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. ആട്ടിൻകൂട്ടത്തെ യോസഫിനെ പോലെ, യോസഫിനോട് പറയുകയാണ്, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്ന ദൈവം ഇന്ന് പകൽ നമ്മളെ നടത്തുന്നു, നമ്മളെ വർദ്ധിപ്പിക്കുന്നു, നമ്മളെ ശക്തീകരിക്കുന്നു, യഥാസ്ഥാനപ്പെടുത്തുന്നു. നിലനിൽപ്പ് അപകടത്തിലായ ഇടത്ത് തന്നെ ഒരു വലിയ ഉത്സവത്തിന് പോലെ ജനത്തെ സജ്ജീകരിച്ചൊരുക്കി ആനന്ദവും സന്തോഷവും സമാധാനവും സമൃദ്ധിയും അവരുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ജനം വിടുവിക്കപ്പെടട്ടെ, സൗഖ്യമാകട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ തകർന്നു മാറട്ടെ. ഒരു വലിയ ദൈവ മഹത്വം ഇന്ന് പകൽ ജനത്തിൻ്റെ മേൽ കൃപ വ്യാപരിക്കട്ടെ, ഒരു നിറവ് വെളിപ്പെട്ടു വരട്ടെ. അവിടുന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. നമ്മുടെ ദൈവം വലിയവൻ, നമ്മുടെ ദൈവം നിറയ്ക്കുന്നവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ, നമ്മുടെ ദൈവം ഉന്നതൻ, നമ്മുടെ ദൈവം സർവശക്തൻ. ആട്ടിൻകൂട്ടത്തെ പോലെ നമ്മളെ വർദ്ധിപ്പിക്കും, നിറയ്ക്കും. അനോയിൻറ്റിങ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വരികയാണ്. എല്ലാ രോഗബന്ധനങ്ങളും അഴിയുകയാണ്, അന്ധകാര ശക്തികൾ തകരുകയാണ്, നിങ്ങൾ വിടുവിക്കപ്പെടുകയാണ്. ഒരാത്മാവിൻ്റെ നിറവ്, പ്രാർത്ഥനയുടെ ശക്തി, അഭിഷേകത്തിൻ്റെ നിറവ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ ദൈവം നൽകുകയാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളാൽ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.